ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽലേൺ അക്കാഡമി. നിങ്ങൾ പ്ലസ് ടു സയൻസ് ആയിരുന്നു, CUT UG 2026 എക്സാം എഴുതിയപ്പോഴും ആ ഒരു സയൻസ് കോമ്പിനേഷൻസ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ICAR അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 74ഓളം ഉണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുൻപായിട്ട് ഇപ്പം CUET ICAR UG 2026 ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്, അതായത് നിങ്ങൾ പ്ലസ് ടുവിൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചു, അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്. അത് കൺഫേം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് ആക്ച്വലി 17 മുതൽ ഈ 23 വരെ എന്ന് പറയുന്നത്. അതിനുശേഷം അവർ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. അവിടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് മാത്രമല്ല, സീറ്റ് മെട്രിക്സ് എത്രയാണെന്ന് കാണാൻ പറ്റും. അതിനുശേഷമായിരിക്കും നമ്മുടെ ആ ഒരു കൗൺസിലിംഗ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് അവിടെ നമുക്ക് ചോയ്സ് ഫില്ലിങ്, അതേപോലെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ 26 മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. 26 എന്ന് പറയുമ്പോൾ 11 മണി മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് അതായത് ചോയ്സ് ഫില്ലിങ്, അപ്ലോഡ് ഓഫ് ഡോക്യുമെന്റ്സ് അപ് ടു 28/7/2026 11:50 PM ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത്. ഇതിന്റെ സ്റ്റെപ്പ് ആക്ച്വലി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം, രജിസ്ട്രേഷൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് മുൻപായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുകയാണ്. ഇനി ഡേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ്, ഫോർത്ത്, അത് കഴിഞ്ഞ് മോപ്പപ്പ്, അതിൻ്റെയൊക്കെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, നമ്മുടെ ഐക്കറിന്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ ഡേറ്റ് കാര്യങ്ങളും നിങ്ങൾ മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാണ്ട് ഹെൽപ്പ് ഡെസ്ക് നമ്മൾ താഴെ പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഐക്കർ റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ CUET ICAR UG 2026 എന്ന് പറഞ്ഞ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഐക്കറിനെ കുറിച്ചുള്ള കുറച്ച് എന്താണ് എന്ന ഐഡിയ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ICAR അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിസ്റ്റം. ആക്ച്വലി അത് ആ ഒരു സിസ്റ്റത്തിൽ വരുന്നത് 74 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്കെ, ഈ 74 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പം 63 സ്റ്റേറ്റ് അഗ്രികൾച്ചർ, വെറ്റിനറി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ് യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്. 4 ഐക്കർ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ആണ്. അത് IARI, അതായത് നമ്മുടെ ഡൽഹിയിൽ വരുന്നതാണ്. പിന്നെ വെറ്റിനറി IVRI വരുന്നുണ്ട്, NDRI വരുന്നുണ്ട്, ഡയറി ആണ്. പിന്നെ CIFE, അതായത് ഫിഷറീസ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആണ് 4 ഐക്കർ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ്. ഇതല്ലാതെ 3 സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഇംഫാൽ, പൂസ ആൻഡ് ഝാൻസിയിലാണ്. ഇനി നമ്മളുടെ ഒരു ഏരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ BHU, ഓക്കെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, വിശ്വഭാരതീയ യൂണിവേഴ്സിറ്റി, അതേപോലെ നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഐക്കറിന്റെ സ്കോർ വെച്ചിട്ട് അഗ്രികൾച്ചർ ഫാക്കൾട്ടി ഓഫ് അഗ്രികൾച്ചറിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് CUET സ്കോർ ഉണ്ടായിരിക്കണം, അങ്ങനത്തെ, അതായത് നമ്മൾ എക്സാം എഴുതിയ ആളുകൾക്ക് മാത്രമേ ഇവിടെ ആ ഒരു സ്കോർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് നമ്മളെ പരിഗണിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് വേണമെന്ന് അവർ പറയുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതായത് കോഡ് നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാംസ് ഫോർ അഡ്മിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, കമ്മ്യൂണിറ്റി സയൻസ് ഉണ്ട്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ഉണ്ട്, പിന്നെ സെറികൾച്ചർ, നാച്ചുറൽ ഫാമിംഗ്, അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, BTech പ്രോഗ്രാംസ് ആണ് കേട്ടോ ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി ആൻഡ് ഫുഡ് ടെക്നോളജിയും ബയോടെക് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള 13 ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇവർ ഓഫർ ചെയ്യുന്നത് പല യൂണിവേഴ്സിറ്റീസിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളിപ്പം ഏതൊക്കെ ഡിഗ്രി ആണ് എന്നുള്ളത് നോക്കി. ഇനി നമ്മൾ നോക്കണം മറ്റൊരു കാര്യം, ആക്ച്വലി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. ഒരു 12th പേജ് നമ്പർ 12.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഒരു ബാച്ചിലേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈൻഡ് സയൻസ്, ലൈക്ക് അവിടെ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ഫാമിങ്, ഇങ്ങനത്തെ സെറികൾച്ചർ പോലത്തതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ +2-ൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 3 സബ്ജക്റ്റ് നിങ്ങൾ എന്തായിരിക്കണം, പഠിച്ചിരിക്കണം. ഔട്ട് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബയോളജി, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇന്റർ അഗ്രികൾച്ചർ ആ സ്കോർ കോഴ്സായിട്ട് അവർ പഠിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. സോ അത് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സബ്ജക്ട്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റുക, ഇതിൽ കൊടുക്കാൻ പറ്റുക, ചോയ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഏറ്റവും 780 മാർക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഏത് സബ്ജക്ട്സ് ആണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാനും അത് കൊടുക്കാനും പറ്റും. ഓക്കെ, അതാണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു രജിസ്ട്രേഷനിൽ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത്രയാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് ഇത് വരുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് പേജ് നമ്പർ 21 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 12th സ്റ്റാൻഡേർഡ് സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണ് വരേണ്ടത് എന്നുള്ളതും നമുക്ക് എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം അവിടെ ഐക്കറിന്റെ മൊത്തം സീറ്റ് എന്ന് പറയുന്നത് 49 ആണ്. ഓക്കെ, 49 ആണ്. ഇതിൽ EWS കാറ്റഗറി, അതായത് എക്കണോമിക്കലി വീക്കെൻഡ് സെഷൻസ് എന്ന് പറയുന്നത് അവിടെ 5 ആണ്. ഇനി ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെ എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ +2-ൽ എന്തായിരിക്കണം, നിങ്ങൾ ഒന്നെങ്കിൽ അഗ്രികൾച്ചർ, ആ ഒരു ബയോളജി, കെമിസ്ട്രി, അല്ലെങ്കിൽ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, അഗ്രികൾച്ചർ, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പഠിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, പല പല യൂണിവേഴ്സിറ്റീസ് അവരുടെ പിന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിലും ഈ ഒരു PDF നോക്കിയാൽ മതി. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ ദിസ് കോഴ്സ് ഈസ് 22 അല്ലെങ്കിൽ 23 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മിനിമം നിങ്ങൾക്ക് 17 വയസ്സ് വേണം അല്ലെങ്കിൽ 16 വയസ്സായിരിക്കണം എന്നൊക്കെ അവർ കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതിൻ്റെ ഇടയിലല്ലേ വരുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം BSc അഗ്രികൾച്ചറിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ അഗ്രികൾച്ചർ അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സാണ്, ഇപ്പം സപ്പോസ് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ നമുക്ക് ഹോർട്ടിക്കൾച്ചർ, ഓക്കെ, ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഗാർഡനിങ് ഒക്കെ പഠിക്കാം എന്നൊരു ആഗ്രഹമുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ അല്ല ഹോർട്ടിക്കൾച്ചറിന് പോവാം. അപ്പോൾ അത് എവിടെയൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാ ബീഹാർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ട്. ഓക്കെ, അവിടെ 9 സീറ്റാണുള്ളത്. അത് ഒരു സീറ്റാണ് എന്തെന്ന് പറയുന്നത് EWS കാറ്റഗറി വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ എഴുതിയ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, +2-ൽ ഈ ഒരു കോമ്പിനേഷൻ പഠിച്ച കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുക. ഇത് ഏജ് ലിമിറ്റ് ഇല്ല. സോ ഈ രീതിയിലാണ് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഈ ഒരു PDF നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതല്ലാതെ മറ്റൊരു കാര്യം, നമ്മളിനി നേരെ എന്ത് ചെയ്യാൻ പോവാണ്, രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ വെറുതെ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കണം. കാരണം നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. സോ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ ഇവിടെ ക്വാളിഫൈഡ് CUET ഐക്കർ UG 2026 എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഫില്ല് ചെയ്യുന്നു, നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുന്നു, കാൻഡിഡേറ്റ് നെയിം എന്താണോ നിങ്ങളുടെ സ്കോർ കാർഡിലുള്ളത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് എന്ന് പറയുമ്പോൾ 10 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. സോ നിങ്ങൾ അത് 10 ലെറ്റേഴ്സിൽ അത് സെറ്റ് ചെയ്യുക. നിങ്ങൾ എഗെയിൻ ആ ഒരു പാസ്വേഡ് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമ്മളിവിടെ വാട്ട് ഈസ് 2 + 10 12 അല്ലേ, നമ്മളത് എൻ്റർ ചെയ്തിട്ട് കൺസെൻറ്റ് കൊടുത്ത് കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഫേസിലേക്കായിരിക്കും. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സിമ്പിൾ. എൻ്റർ ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം, അതായത് നമുക്ക് ഇനി ഈ വിവരങ്ങളൊക്കെ കൊടുത്ത വിവരങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കാണാം. അതിൻ്റെ കൂടെ നമ്മൾ എഴുതിയിട്ടുള്ള എക്സാം കോമ്പിനേഷൻസ് ഏതാ. അപ്പം ചില കുട്ടികൾ ഇതിൻ്റെ 4 ഓപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മാത്സ്. അപ്പോൾ അങ്ങനെ എഴുതിയ കുട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഇവിടെ ഓരോന്നിൻ്റെയും 4 വരും. 4 മാർക്കും ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് കൊടുക്കുന്നു.
അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. സോ നമ്മൾ എക്സാം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കൊടുക്കുന്നു, പാസ്വേഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്താൽ അല്ലേ, ആ പാസ്വേഡ് കൊടുത്ത് സെക്യൂരിറ്റി കോഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗിൻ ചെയ്യാണ്. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക്, ആ ഒരു ഡാഷ്ബോർഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ പേര്, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഒക്കെ അതൊക്കെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അതല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ലൈക്ക് നമ്മുടെ ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഓക്യുപ്പേഷൻ എന്താണ്, മദറിൻ്റെ അതൊക്കെ ചോദിക്കുന്നുണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആനുവൽ ഇൻകം, നിങ്ങളുടെ ഫാമിലി ആനുവൽ ഇൻകം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും അല്ലേ, അത് എത്രയാണോ അത് കറക്റ്റ് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ UPS കാറ്റഗറിയിലാണോ വരുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് UPS കാറ്റഗറിയിൽ നോ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി നെയിംലി എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിലാണ് എന്ന് പ്രത്യേകം കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ആണ് കൊടുക്കുന്നത്. രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സോ നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ സിറ്റി ഏതാണ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് കൊടുത്തു. ഇനി നമ്മളിത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ പെർമനൻറ്റ് ഡീറ്റെയിൽസ്, പെർമനൻറ്റ് അഡ്രസ്സ് ആയിട്ട് അവിടെ അതേ സംഭവങ്ങൾ വന്നു. ഓക്കെ, ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ 10th നമ്മുടെ ബോർഡ് ഏതായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഏതാണ് എഡ്യൂക്കേഷൻ ബോർഡ് എന്ന് കാണാൻ പറ്റും. സോ റോൾ നമ്പർ നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ പാസിംഗ് ഇയർ 2024 എങ്കിൽ അത് കൊടുക്കുന്നു. ഇനി മാക്സിമം മാർക്ക് എത്രയാണ്, അതിൽ ഞങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര ഒബ്റ്റെയിൻ ചെയ്തു, അതിന് പെർസെൻറ്റേജ് എത്ര എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി, ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അതേപോലെ പ്ലസ് ടുവിൻ്റെ നമ്മൾ ഇവിടെ ബോർഡ് ഹയർ സെക്കൻഡറി ബോർഡ് ഓഫ് അത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റോൾ നമ്പർ, പിന്നെ പാസിംഗ് ഇയർ 2026 ആണെങ്കിൽ അത് കൊടുക്കുന്നു. 1200 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉള്ള മറ്റൊരു ഓപ്ഷനാണ് ക്ലാസ് +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് അതിൻ്റെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ +2 മാർക്കാണ് ആക്ച്വലി ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 6 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ്, ലൈക്ക് മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഓപ്ഷൻസ് കൊടുക്കുന്നു. മാക്സിമം മാർക്ക് ഓരോന്നിലും എത്രയാണ് വന്നിട്ടുള്ളത്, 100 ആണെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കാം. ഓക്കെ, ഒബ്റ്റൈൻഡ് മാർക്ക് പെർസെൻറ്റേജ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളോട് അവർ പറയുന്നത് CUET ഐക്കർ UG 2026 സബ്ജക്റ്റ് അപ്പിയർഡ് ആൻഡ് ഓപ്റ്റ് ഫോർ റാങ്ക് ജനറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് ആണ് ആക്ച്വലി ഇവിടെ കൊടുക്കുക. അപ്പം നിങ്ങൾ 4 എഴുതിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് വിച്ച് വൺ യു വാണ്ട് ടു ടേക്ക് എന്നുള്ളത്. ഓക്കെ, അതായത് അവർക്ക് ഏത് വെച്ചിട്ടാണ് റാങ്ക് ജനറേഷന് വേണ്ടി എടുക്കേണ്ട മാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്ട്സ് 3 ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ സ്കോർ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇനി ഡിക്ലറേഷൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു SMS നോട്ടിഫിക്കേഷൻ സംഭവങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് വരും. അതാണ് മെയിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഓക്കെ ഒരു സംഭവം വരും. പിന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അതിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നിലവിൽ നമ്മൾ ചെയ്യേണ്ടത്. അതായത് 23-ാം തീയതി വരെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ബാക്കി നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റാങ്ക് ജനറേഷനാണ്. പിന്നെ അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം, ഏത് സബ്ജക്റ്റ് പോകണം, ഹോർട്ടിക്കൾച്ചർ ആണോ അല്ലെങ്കിൽ ഫിഷറീസ് ആണോ എന്നുള്ള നമ്മൾ ചൂസ് ചെയ്യുന്നത്. പേയ്മെൻറ്റും അപ്ലോഡ് ഓഫ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും. സോ അതൊക്കെ നമ്മുടെ സൈറ്റിൽ ലൈക്ക് നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക ആൻഡ് സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു.